ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ തകർപ്പൻ പ്രകടനവുമായി റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ച് ഇന്ത്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാൾ. മത്സരത്തിന്റെ 4-ാം ദിവസം അപരാജിത ഡബിൾ സെഞ്ചുറിയുമായി ടീം ഇന്ത്യയെ വമ്പൻ ലീഡിലേക്ക് നയിച്ചത് 22-കാരനായ ജയ്സ്വാളായിരുന്നു. 3-ാം ദിവസം സെഞ്ചുറിക്ക് പിന്നാലെ പരിക്കേറ്റ് പുറത്തുപോയ താരം 4-ാം ദിവസം ബാറ്റിംഗിനായി മടങ്ങിയെത്തി ഡബിൾ സെഞ്ചുറി തികയ്ക്കുകയായിരുന്നു. ഇതോടൊപ്പം ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിൽ കൂടുതൽ സിക്സറുകൾ പറത്തിയ താരമെന്ന റെക്കോർഡിൽ ജയ്സ്വാൾ പാകിസ്ഥാൻ മുൻ താരം വാസിം അക്രത്തിനൊപ്പമെത്തി. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിന്റെ 2-ാം ഇന്നിംഗ്സിൽ 12 സിക്സറുകളാണ് താരം കണ്ടെത്തിയത്. 1996-ൽ സിംബാബ്വെക്കെതിരായ ടെസ്റ്റിലായിരുന്നു പാക് താരം 12 സിക്സറുകൾ അടിച്ചത്. ഒരു ടെസ്റ്റ് പരമ്പരയിൽ 20-ഓ അതിൽ കൂടുതലോ സിക്സറുകൾ പായിക്കുന്ന ആദ്യ താരം കൂടിയായി യശസ്വി ജയ്സ്വാൾ. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 147 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രകടനം ഒരു താരം കാഴ്ചവെക്കുന്നത്. ജയ്സ്വാളിന്റെ പ്രകടനത്തിനൊപ്പം ടീം ഇന്ത്യ 6 നേടുന്ന കാര്യത്തിൽ മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കി. ഒരു ടെസ്റ്റ് പരമ്പരയിൽ കൂടുതൽ സിക്സറുകൾ നേടുന്ന ടീമെന്ന സ്വന്തം റെക്കോർഡ് ഇന്ത്യ തിരുത്തി. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ഇതുവരെ 48 സിക്സറുകളാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ഇനിയും 2 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. 2019-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 47 സിക്സറുകൾ ഇന്ത്യ അടിച്ചിരുന്നു. 2-ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ വെറ്ററൻ താരം ജെയിംസ് ആൻഡേഴ്സനെ തുടർച്ചയായി 3 തവണയാണ് ജയ്സ്വാൾ നിലം തൊടിയിക്കാതെ സിക്സർ പറത്തിയത്. 2-ാം ഇന്നിംഗ്സിൽ 231 പന്തുകളിൽ നിന്നാണ് ജയ്സ്വാൾ പരമ്പരയിലെ 2-ാം ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയത്. വിശാഖപട്ടണം ടെസ്റ്റിലും താരം ഡബിൾ സെഞ്ചുറി നേടിയിരുന്നു. 2-ാം ടെസ്റ്റിൽ 209 റൺസായിരുന്നു ജയ്സ്വാൾ അടിച്ചെടുത്തത്. രാജ്കോട്ടിൽ 236 പന്തുകൾ നേരിട്ട ജയ്സ്വാൾ 214 റൺസുമായി പുറത്താകാതെ നിന്നു. മത്സരത്തിൽ 98 ഓവറിൽ 4-ന് 430 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. 3-ാം ടെസ്റ്റിൽ 434 റൺസിന്റെ വമ്പൻ വിജയമാണ് ടീം ഇന്ത്യ നേടിയത്. 557 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് 39.4 ഓവറിൽ 122 റൺസ് എടുത്ത് പുറത്തായി. രവീന്ദ്ര ജഡേജ ഇന്ത്യയ്ക്കായി 5 വിക്കറ്റുകൾ വീഴ്ത്തി. ജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ 2-1 മുന്നിലെത്തിയിരിക്കുകയാണ്.